തീർച്ചയായിട്ടും മൈൻഡ് പവറും വെൽത്തും കൂടിയിട്ട് എന്ന് മാത്രമല്ല ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മൈൻഡുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ ഒരു നല്ല സമ്പന്നനായിട്ടുള്ള ധനികനായിട്ടുള്ള ഒരാളെ കണ്ടു എന്ന് വിചാരിക്കുക. അയാളുടെ പൈസ ഉപയോഗിച്ചിട്ട് നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ. അയാൾ ആ പൈസ നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അയാൾ അതുകൊണ്ട് അഹങ്കാരം കാണിക്കുന്നു, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പിക്ചറാണ് ചെറുപ്പ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആ ഒരു പിക്ചർ നെഗറ്റീവായിട്ട് കിടക്കുകയാണ്. അതേസമയം ഒരാൾ സമ്പത്ത് കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ആ ഒരു പിക്ചറാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ, അതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇത് രണ്ടും എഫക്റ്റ് ചെയ്യുന്നതാണ്. പോസിറ്റീവായിട്ട് കണ്ട ആളാണ് നിങ്ങളെങ്കിൽ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് കണ്ട ആളാണ് നിങ്ങളെങ്കിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സാധാരണ രണ്ട് വ്യക്തികളെ നമുക്ക് അങ്ങനെ എടുക്കാം. ഒരു അഫ്സൽ എന്ന് പറയുന്ന ഒരാൾ ഫാസിൽ എന്ന് പറയുന്ന ഒരാൾ. അഫ്സൽ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉമ്മ അയാളെ വളർത്തുന്ന സമയത്ത് എപ്പോഴും പറയും, മോനെ നമ്മൾ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് എന്തില്ല, നീ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഇത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ പണക്കാർക്കുള്ളതാണ് എന്ന് പറഞ്ഞാണ് വളർത്തിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടിയുടെ പിക്ചറിൽ പാവപ്പെട്ടവനായ എനിക്ക് ഒന്നുമില്ല, നേരെ മറിച്ച് പണക്കാരായിട്ടുള്ള ആളുകൾ ആർത്തിയോടുകൂടി അതൊക്കെ ആസ്വദിക്കുന്നു. ഇങ്ങനെ ഈ പിക്ചർ കൊടുത്തു. പിന്നെ കുട്ടി വളർന്നു വലുതായി ഡ്രസ്സ് ചോദിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എപ്പോഴും ഈ പണത്തെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള മെസ്സേജാണ് ഈ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി വളർന്നു വലുതാവുമ്പോഴും ഈ പിക്ചറോട് കൂടിയിട്ടാണ് നടക്കുക. മൈൻഡിൽ ഈ ഒരു ചിത്രങ്ങളായിരിക്കും ആ കുട്ടിയെ നയിക്കുക. നേരെ മറിച്ച് ഫാസിൽ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു പോസിറ്റീവായിട്ടാണ് ഉമ്മ വളർത്തിയതെന്ന് വിചാരിക്കുക. ആ കുട്ടിയോട്, മോനെ നീ നന്നായിട്ട് ജോലി നേടിയിട്ട് വേണം ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ, നല്ല ഡ്രസ്സ് വാങ്ങിക്കണം, നല്ല വീട് വെക്കണം, ഇതൊക്കെ മോന് ജോലി നേടിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യണം ഉമ്മ ചെയ്തത്. മോൻക്ക് ഇതൊക്കെ കിട്ടും, പക്ഷെ എന്ത് ചെയ്യണം, മോൻ നന്നായി പഠിച്ച് ജോലി കിട്ടിയിട്ട് ഇതൊക്കെ കിട്ടും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് ഇതൊക്കെ കിട്ടും. സ്വാഭാവികമായിട്ടും മെൻ്റൽ പിക്ചർ പോസിറ്റീവ് ആവുകയാണ്. ഈ കുട്ടി ചെറുപ്പം മുതലേ കാണുന്നത് ഈ ആളെ പോലെ പണക്കാരെ പോലെ ആയി തീരാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നു. വലുതാവുമ്പോൾ കൂടുതൽ സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫാസിൽ ചെയ്യുന്നു, രണ്ടാമത്തെ ആൾ ചെയ്യുന്നു. അയാൾക്ക് കിട്ടിയ പിക്ചർ അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുകയാണെങ്കിൽ മറ്റാളെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, എംപ്ലോയി ആയിരിക്കും. ഇയാൾ എന്തായാലും ഒരു എൻ്റർപ്രണറായിട്ട് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായിരിക്കും രണ്ടാമത്തെ ആൾ. അപ്പോൾ മൈൻഡ് പവറും വെൽത്തുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ട്, സമ്പത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ചിലർക്കൊക്കെ മണി ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഇതെങ്ങനെ വരുന്നതാണ്? ചെറുപ്പം മുതലേ സമ്പത്തുള്ളവരെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് വരുന്ന മണി ബ്ലോക്ക്സ്. ഇവർ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടാവും, ഒന്നും കയ്യിലിരിക്കില്ല, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ഈ രൂപത്തിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ചെറുപ്പത്തിലുള്ളത് നമുക്ക് പോയി തിരുത്താൻ പറ്റില്ല. പതുക്കെ അഫേം ചെയ്തിട്ടും വിഷ്വലൈസ് ചെയ്തിട്ടും ഗോൾ സെറ്റ് ചെയ്തിട്ടും നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ആ ഒരു ലിമിറ്റിംഗ് ബിലീഫിനൊക്കെ എടുത്ത് പതുക്കെ കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷനെ കൊണ്ടും മോട്ടോ സജഷനെ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. ആ വിഷ്വലൈസേഷൻ, ആ പിക്ചർ തന്നെ ഡിലീറ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള പിക്ചർ ഡിലീറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ളത് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.